Welcome to Garam Masala, the magic spices of cooking. Chicken rose roll. ഇന്ന് നമുക്ക് നല്ലൊരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. ചിക്കൻ സ്റ്റഫിങ്ങോട് കൂടിയ റോസ് ആണിത്. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. സാൻഡ്വിച്ചിന്റെയും ഷവർമയുടെയും എല്ലാം ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചിക്കൻ റോസ് റോളും ഇഷ്ടപ്പെടും. ഒരു സ്റ്റീംഡ് സ്നാക്കാണിത്. ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 2.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് കൂടെ ചേർക്കാം. അങ്ങനെ ടോട്ടൽ 3 കപ്പ് മൈദയാണിത്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി 1.5 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഇതിന്റെ കവറിങ് ചെറിയൊരു മധുരം ഉണ്ടായിരിക്കണം. അതിനു വേണ്ടിയാണ്. ഇനി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പൗഡറിൽ നിന്ന് നമുക്ക് 1/4 കപ്പ് മാറ്റി വെക്കാം. റോസിന്റെ ഇല ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇത്. ബാക്കിയുള്ള പൗഡറിലോട്ട് നമുക്ക് 2 പിഞ്ച് റെഡ് ഫുഡ് കളർ ചേർക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് പാൽ ഒഴിക്കാം. ചെറു ചൂടുള്ള പാലാണിത്. നന്നായി മിക്സ് ചെയ്തെടുക്കാം. പാലിന് പകരമായി വെള്ളം ചേർത്താലും മതി. നന്നായി കുഴച്ചെടുക്കണം. നമ്മുടെ മാവ് നല്ല റെഡ് കളറാണ്. നല്ല സോഫ്റ്റ് ആയി വരുന്നത് വരെ ഇതിനെ നമുക്ക് കുഴച്ചെടുക്കാം. നമ്മുടെ മാവ് തയ്യാറായിട്ടുണ്ട്. ഇതിന് മുകളിലായി നമുക്ക് കുറച്ച് എണ്ണ കൂടെ തടവാം. ഇനി ഇതിനെ നമുക്ക് അടച്ചു വെക്കാം. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഇതിനെ പൊങ്ങാൻ വേണ്ടി വെക്കണം. ഇത് ഡബിൾ സൈസായി വരണം. അടുത്തതായി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 1/4 കപ്പ് പൗഡർ എടുക്കാം. ഇതിലോട്ട് നമുക്ക് 1 പിഞ്ച് ഗ്രീൻ കളർ ചേർക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിനെ. ഇനി ഇതിലോട്ട് ആവശ്യാനുസരണം പാൽ ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. ഇത് നല്ല സോഫ്റ്റ് ആയി വരണം. ഇതിന്റെ മുകളിലും കുറച്ച് എണ്ണ തടവാം. ഇനി ഇതിനെ നമുക്ക് അടച്ചു വെക്കാം. ഈ 2 മാവും പൊങ്ങി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ മസാല തയ്യാറാക്കിയെടുക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് ചിക്കനാണിത്. ഇനി ഈ ചിക്കനെ നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിനെ. ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചിക്കനെ നമുക്കൊരു പ്രഷർ കുക്കറിലോട്ട് എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിക്കാം. ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് പ്രഷർ കുക്കർ അടച്ചു വെക്കാം. 2 വിസിൽ വരുന്നത് വരെ ഇതിനെ വേവിച്ചെടുക്കണം. അതിനുശേഷം ഈ ചിക്കനെ നമുക്ക് ഷ്രെഡ് ചെയ്ത് മാറ്റി വെക്കാം. അടുത്തതായി നമുക്ക് വലിയൊരു സവാള, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ പീസ്, 8-10 വെളുത്തുള്ളി, 4 പച്ചമുളക് ഇവയെ ക്രഷ് ചെയ്തെടുക്കണം. ഇങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചതാണിത്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. ഇതിനുവേണ്ടി 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള മിക്സ് കൂടെ പാനിലോട്ട് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് ഇതിനെ നന്നായി വഴറ്റിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയി വരട്ടെ ഇത്. സവാള എല്ലാം സോഫ്റ്റ് ആയി വരുമ്പോൾ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കാം. ഇതിനെ വീണ്ടും നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിലോട്ട് ഞാൻ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് മല്ലിയില ചേർക്കാം. ഇനി 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടെ ചേർക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ മസാല തയ്യാറായിട്ടുണ്ട്. ലൈറ്റ് ആയിട്ടുള്ള ഒരു മസാലയാണ്, എന്നാൽ നല്ല ടേസ്റ്റ് ആണ് ഈ മസാല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് ഇരുന്ന് തണുത്ത് വരട്ടെ. 2 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് തുറക്കാം. നമ്മുടെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിനെ ഒന്നുകൂടെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. റോസിന് വേണ്ടിയുള്ള മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഇതിനെയും നമുക്ക് കുഴച്ചെടുക്കാം. ഒരു റോളിംഗ് ബോർഡിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഏകദേശം 1/4 ടീസ്പൂണോളം മതി. ഇതിന്റെ മുകളിലായി നമുക്ക് ലീവ്സിന് വേണ്ടിയുള്ള പച്ച കളർ മാവ് വയ്ക്കാം. ഇനി ഇതിനെ നമുക്ക് പരത്തിയെടുക്കണം. ഇനി ഒരു കത്തി ഉപയോഗിച്ച് ഇതുപോലെ ഷേപ്പ് ചെയ്യാം.
ബാക്കി വരുന്ന മാവ് നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ലീവ്സ് എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്ക്യൂർ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ ഒന്നുകൂടി ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ലീഫിന്റെ ഷേപ്പ് ആക്കി എടുക്കാം. ഇനി ഇതിനെ നമുക്ക് റോളിംഗ് ബോർഡിൽ നിന്ന് മാറ്റാം. നമ്മുടെ ലീവ്സ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് റോസ് ഫ്ലവർ തയ്യാറാക്കിയെടുക്കാം. ഇതിനുവേണ്ടി നമുക്ക് കുറച്ച് മാവ് എടുക്കാം. ഇതിനെ 4 ചെറിയ ഭാഗങ്ങളാക്കി മാറ്റണം. ഒന്ന് ചെറുതുണ്ടാക്കാം. ഇനി കുറേശ്ശെ വലുപ്പത്തിൽ 4 മാവ് ഉണ്ടാക്കാം. ഇതിൽ നിന്നും വലിയ മാവെടുത്ത് നമുക്ക് ആദ്യം പരത്തിയെടുക്കാം. ഇത് നമുക്കൊരു പ്ലേറ്റിന്റെ മുകളിൽ വെക്കാം. ഇനി അടുത്തത് പരത്തിയെടുക്കാം. നമ്മൾ നേരത്തെ പരത്തി വെച്ചതിന്റെ കുറച്ച് മുകളിലായി ഇതിനെ കൂടെ വെക്കാം. ഇതുപോലെ 2 എണ്ണം കൂടെ റെഡിയാക്കി എടുക്കാം. ഇത് റോസിന്റെ ഇതളുകൾക്ക് വേണ്ടിയാണ്. ഓരോ റോസിന്റെ ഇതളും ഇതുപോലെയാണ് വെക്കേണ്ടത്. ഇനി ഇതിന്റെ സെന്ററിലായി നമുക്ക് 2-3 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് വെക്കാം. നമ്മൾ എടുക്കുന്ന മാവിനനുസരിച്ച് നമുക്ക് ഫില്ലിംഗ് വെക്കാം. ഫില്ലിംഗ് ഒന്നും പുറത്തു പോകാതെ ശ്രദ്ധിക്കണം. ഇനി ഇതിനെ നമുക്ക് ഇതുപോലെ മടക്കിയെടുക്കാം. ഇതിന്റെ സൈഡെല്ലാം നന്നായി പ്രസ് ചെയ്യണം. ഫില്ലിംഗ് ഒന്നും പുറത്തു പോകരുത്. ഇനി നമുക്ക് റോൾ ചെയ്യാം. ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. നമ്മൾ ഒരു ഫ്ലവർ തയ്യാറായിട്ടുണ്ട്. ഇതിനെ ഞാനൊരു സ്റ്റീൽ പ്ലേറ്റിലാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലേറ്റ് ആണിത്. ഇതിലൂടെ 2 ലീവ്സ് വെച്ചതിന് ശേഷം നമ്മുടെ ഫ്ലവർ കൂടെ വെക്കാം. ഇതുപോലെ നമുക്ക് അടുത്ത ഫ്ലവർ തയ്യാറാക്കി എടുക്കാം. ഇതുകൂടെ വെക്കണം. ഞാനൊരു സോസ് പാനിന്റെ മുകളിൽ ഈ പ്ലേറ്റ് വെച്ചാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഇഡ്ഡലി സ്റ്റീമറോ ഇലക്ട്രിക് സ്റ്റീമറോ എല്ലാം ഉപയോഗിക്കാം. ഇതിനെ അടച്ചു വെച്ച് 15 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഫ്ലവേഴ്സ് ഒന്നും അടുത്തടുത്ത് വെക്കരുത്. സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ഇതെല്ലാം വലുതായി വരും. 15 മിനിറ്റിന് ശേഷമാണിത്. നമ്മുടെ ഫ്ലവർ എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ നമുക്ക് അടുത്ത ബഞ്ച് ഫ്ലവേഴ്സ് കൂടെ തയ്യാറാക്കിയെടുക്കാം. ഇതിനെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയായ ചിക്കൻ റോസ് റോൾ തയ്യാറായിട്ടുണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഇഫ്താറിനും ടീ ടൈമിലും എല്ലാം നമുക്ക് സെർവ് ചെയ്യാവുന്ന നല്ലൊരു സ്നാക്കാണിത്. താങ്ക്സ് ഫോർ വാച്ചിങ്.